സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ ചിന്താധാരകളോടെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന നിറഞ്ഞ പ്രതീക്ഷയും പ്രത്യാശയോടും കൂടി അത് നമ്മൾ എല്ലായിടത്തും കാണുന്നു. അങ്ങനെ ഒരു ഭാഗ്യം ജഗദീശ്വരൻ നമുക്ക് തരുന്നു എന്ന ആഹ്ലാദത്തോടെ എല്ലാവർക്കും സായം സന്ധ്യാവന്ദനം. എല്ലാവർക്കും സായം സന്ധ്യാവന്ദനം. ധന്യമായ ഈ വൈകുന്നേരം ഒരു ദിവസത്തെ ലാസ്റ്റ് പാർട്ട്. അത് കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ മറക്കരുത്, ചിരിക്കാൻ, അതുപോലെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും മറക്കരുത്. കഴിയുന്നത്രയും ഇന്ന് കുറച്ചേ സന്തോഷിച്ചുള്ളൂ എങ്കിൽ നാളെ അതുകൂടി കോമ്പൻസേറ്റ് ചെയ്യുക. മനസ്സിനകത്ത് ഒരാഹ്ലാദം. അതാ മൃദാനന്ദമയി ഒരിക്കൽ അവിടെ വള്ളിക്കാവിൽ പറയുന്ന കേട്ടു, എന്നോടല്ല വലിയ സദസ്സിനോട്, മക്കളെ, ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റുക. അതൊരു കോരിത്തരിപ്പ് ഉണ്ടാക്കുന്ന ഒരു വലിയ ചെറിയ വാക്കുകളിലെ സന്തോഷമാണ്. എവിടെയോ പടക്കം പൊട്ടുന്നു. ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റാൻ ഞാൻ പറഞ്ഞപ്പോ 2021 ഡിസംബർ മാസം 18-ാം തീയതി ഒരു വിശേഷവും ഇല്ലാത്ത ദിവസം നേരം പടക്കം പൊട്ടിയത് ഒരു പക്ഷേ ഈശ്വര നിശ്ചയമായിരിക്കും. ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റാൻ അമ്മ പറഞ്ഞു എന്നുള്ളത്. അതുപോലെ സായിബാബ പറയാറുണ്ട്, ഹാപ്പിനെസ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ ടു സോറോസ്. രണ്ട് ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇന്റർവെല്ലാണ് സന്തോഷം. അത് ആഘോഷിക്കുക. സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ഹാപ്പിനെസ്. നെഗറ്റീവുകൾ ചെയ്തിട്ടുള്ള സന്തോഷത്തിനും സുഖത്തിനും അല്ല. നമുക്ക് സാധിക്കും. ഇന്ന് എൻ്റെ ചെറിയ യാത്ര, അതിലെല്ലാം മറന്ന് ഞാൻ വേറൊരു മനുഷ്യനായ മാതിരി ഒരു തോന്നൽ, ഒരു 5 മണിക്കൂർ നേരം കഷ്ടിച്ച 4-4.5 മണിക്കൂർ നേരം മറ്റൊരു മനുഷ്യനായ മാതിരി തോന്നി. മറ്റൊന്നുമില്ല. പാപഭാരങ്ങളും ദുഃഖചിന്തകളും അതൊന്നും എന്നെ അലട്ടിയില്ലെന്ന് മാത്രമല്ല, വളരെയധികം കോളേജ് സ്റ്റുഡൻസ്, അല്ല ഹൈസ്കൂൾ, ഹയർ ലെവലിലുള്ള സ്കൂൾ സ്റ്റുഡൻസ്, അവരിങ്ങനെ സന്തോഷിച്ച് ഹിൽ പാലസ് മ്യൂസിയത്തിലൂടെ പോകുന്നു. ആ പ്രദേശമാണെങ്കിൽ ക്ലീൻ ആൻഡ് നീറ്റ്. കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതെന്റെ മുൻവിധിയാണെങ്കിലും അവിടെയുള്ള പ്രവർത്തകര് നല്ല ആഹ്ലാദത്തോടുകൂടി, വളരെ സിൻസിയർ ഡിവോഷൻ ആൻഡ് ഡെഡിക്കേഷൻ. ആരും വന്ന് ഒന്നും തടയാനില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം, എല്ലാ സ്ഥലത്തേക്കും പോകാൻ ആരോ ഇട്ടിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് നാളെ പറയുന്നുണ്ടാവും. എന്നാലും ആ സന്തോഷം കുറേ നേരത്തേക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക്, ഭഗവത്ഗീത നമുക്കതിനൊരു ചൂണ്ടുവലകയാണ്. ഭഗവത്ഗീതയാണ് അതിന്റെ ആണിക്കല്ല്, ഫൗണ്ടേഷൻ സ്റ്റോൺ. കാരണം ഭഗവത്ഗീത നമ്മളോട് പറയുന്നു, ദുഃഖം വരുമ്പോൾ പരിധിക്കപ്പുറം തളരരുത്. കാരണം അത് വരും, അത് പോകും. സന്തോഷം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവരുത്. സ്റ്റെബിലൈസ്ഡ് ആയിട്ട് സന്തോഷിക്കുക. സ്റ്റെബിലൈസ്ഡ് ആയിട്ട് തന്നെ ദുഃഖത്തെ അഭിമുഖീകരിക്കുക. ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റുക. കഴിയുന്നത്രയും. തീർച്ചയായിട്ടും ദുഃഖമുണ്ട്, എല്ലാവർക്കും ദുഃഖമുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന സെന്തിൽനാഥ് എന്ന് പറയുന്ന കാളിയപ്പ ചെട്ടിയാരുടെ മകൻ, ഇന്നലെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ വളരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ
പ്രവർത്തനത്തിനു വേണ്ടി ഇത്രയും അധികം സപ്പോർട്ട് ചെയ്ത വേറൊരു മനുഷ്യനുണ്ടാവും എന്നെനിക്ക് തോന്നണില്ല. പരോക്ഷമായിട്ട് പലരെയും പരിചയപ്പെടുത്തി ആ മനുഷ്യനെ വിളിച്ചപ്പോ അദ്ദേഹത്തിന്റെ 3 വളരെ സീരിയസ് ദുഃഖമാണ് എന്നോട് പറഞ്ഞത്. അച്ഛന്റെ മരണം അടുത്ത കാലത്ത്, അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠന്റെ മരണം, ഇദ്ദേഹത്തിന്റെ ആശുപത്രി വാസം, ശരിക്കും ഏറ്റവും എനർജറ്റിക് ആയിട്ട് വളരെയധികം ഇതായിട്ടിരുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് വന്നത്. ധാരാളം വാർത്തകളാണ് ഇപ്പൊ കേൾക്കുന്നത് ഫോൺ വിളിക്കുമ്പോൾ പലരിൽ നിന്നും. അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ദുഃഖം എല്ലാവർക്കും ഉണ്ട്, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റണം. ആ ഉത്സവമാക്കി മാറ്റുന്നതിന് ഭഗവത്ഗീതയുടെ ആണിക്കല്ല് അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാം. വളരെ ധന്യമായ ഇന്ന് നമ്മുടെ ഭാഗവതം കേൾക്കാൻ ധാരാളം പേരുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഫേസ് പേജിൽ ഭാഗവതം 2000-ഓളം പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലും വളരെ നന്നായിട്ട്. അതും നമ്മളുടെ ഭരതന്റെ കൂട്ടത്തിൽ വന്ന രഘുഗണന്റെ ഒരു കഥയാണ്. പക്ഷെ എത്ര ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങളൊക്കെ അത് കേട്ടത്. അതെനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു. അതേപോലെ നമുക്ക് ഭഗവത്ഗീതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓർമ്മിക്കുക, വളരെ ധന്യമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. അതായത് യഥാർത്ഥത്തില് സാറേ അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അയാൾ എന്ത് കുറ്റമാണ് ഈ ജന്മത്തിൽ ചെയ്തത്? എന്ത് പാപമാണ് ഈ ജന്മത്തിൽ ചെയ്തത്? അയാളുടെ വേദന സാറ് കാണുന്നുണ്ടോ? സാർ എന്ത് ന്യായീകരണമാണ് കൊടുക്കുന്നത്? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അങ്ങനെ സംഭവിക്കുമായിരുന്നു, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ധാരാളം ചോദ്യങ്ങളുണ്ട്. പലരും ഈ ചോദ്യം ചോദിക്കുന്നവര് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ഏജന്റാണ്, നമ്മളാണ് ഇതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടത്. നമ്മൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് താൻ നടക്കുന്നത് എന്തിനാ എന്നുള്ള ചോദ്യമാണ്. നമ്മൾ എന്ത് ഉത്തരം പറഞ്ഞില്ല എന്നുള്ളതൊന്നും നമ്മൾ ദൈവത്തിന്റെ ഏജന്റുമാരല്ലല്ലോ, ദൈവത്തിന്റെ ബ്രോക്കർമാരല്ലല്ലോ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ മധ്യസ്ഥരില്ല എന്ന് പറയുമ്പോൾ 2, 3, 4 പേര് പറഞ്ഞിരുന്നു. അപ്പൊ പൂജാരി മധ്യസ്ഥനല്ലേ എന്ന്. പൂജാരി മധ്യസ്ഥനാണെങ്കിൽ മാല കെട്ടുന്ന ആളും മധ്യസ്ഥനാണ്, ചെണ്ട കൂട്ടുന്ന ആളും ഇടയ്ക്ക കൂട്ടുന്ന ആളും മധ്യസ്ഥനാണ്, പായസം ഉണ്ടാക്കുന്ന ആളും വിറക് കീറുന്ന ആളും അമ്പലത്തിന് ആവശ്യമായിട്ടുള്ള വിറക് കീറുന്ന ആളും മധ്യസ്ഥനാണ്, അവിടെ റെസീറ്റ് എഴുതുന്ന ആളും അമ്പലം പൂട്ടുന്ന ആളും സെക്യൂരിറ്റിയും മധ്യസ്ഥരാണ്. കാരണം അവരെല്ലാം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൂജാരി മധ്യസ്ഥനാണ്. മറിച്ച് നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നോക്കുക, നരേന്ദ്രമോദി തന്നെയാണ് പൂജ നടത്തിയത്. പൂജാരിയല്ല പൂജ നടത്തിയത്, നിങ്ങളാണ് പൂജ നടത്തേണ്ടത്, നമ്മളാണ് പൂജ നടത്തേണ്ടത്. നമ്മുടെ ഒരു സ്വാമി, ഇപ്പോ കുറച്ച് ഇടതുപക്ഷമായിരിക്കുന്ന സ്വാമി പറയാറുണ്ട്, നിങ്ങൾ പൂജ നടത്തൂ, നിങ്ങൾ വേറൊരാളെ കൊണ്ട് നടത്തിക്കുന്നത് എന്തിനാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് പൂജ നടത്തേണ്ടത്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കാം, ശബരിമല അമ്പലത്തില് നമ്മൾ ഓരോരുത്തരും ശ്രീകോവിലിനകത്ത് കയറി നെയ്യഭിഷേകം നടത്തിയെന്ന് വിചാരിക്കാം. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് നമ്മളെല്ലാവരും അർച്ചന നടത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയല്ലേ സംഭവിക്കാം? ഒരു ലോജിക്കൽ. അപ്പൊ ഒരാളെ വെച്ചാൽ അദ്ദേഹം ഒരു ജോലിക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു പേരുണ്ട് മലയാളത്തിൽ, നല്ല ഒരു പേരാണ്, ശാന്തിക്കാരൻ. ദൈവത്തിന്റെ ഏജന്റ് അല്ല അദ്ദേഹം, ശാന്തി ഉണ്ടാക്കുന്ന ആളാണ്. നിങ്ങളുടെ അടുത്ത് വന്ന നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നല്ലോണം. എങ്ങനെ പറയാ? നിങ്ങള് നല്ലോണം കണ്ണടച്ച് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചോളൂ, പ്രസാദം ഇപ്പൊ തരാം എന്നല്ലേ പറഞ്ഞ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചോളാം, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രസാദം തരാന്ന് ഏതെങ്കിലും പൂജാരി പറയുമോ? പറയില്ല. പൂജാരി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞാൻ പ്രസാദം തരാം. പക്ഷെ നല്ല ചോദ്യമാണത്. യഥാർത്ഥത്തില് ആ പൂജാരി പെട്രോൾ പമ്പുകാരന്റെ ഒരു റോളാണുള്ളത് അദ്ദേഹത്തിന്. ലോറിയില് പെട്രോളും ഡീസലും കൊണ്ടുവന്ന് പമ്പിൽ നിറയ്ക്കും, അയാള് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കും. അയാളല്ലല്ലോ പെട്രോൾ ഉണ്ടാക്കുന്നത്, അയാളല്ലല്ലോ പെട്രോൾ റിഫൈൻ ചെയ്യുന്നത്, അയാളല്ലല്ലോ സ്റ്റോർ ചെയ്യുന്നത്, അയാളല്ലല്ലോ പൈസ മേടിക്കുന്നത്. അയാൾ അതിനകത്തുള്ളത് എടുത്ത് കൊടുക്കുന്നു എന്ന് മാത്രം ആവശ്യത്തിന്. അയാൾ നേദിച്ച് പ്രസാദം കൊടുക്കുന്നു.
നല്ലൊരു ചോദ്യമാണ് സത്യത്തില്. പൂജാരി മീഡിയേറ്റർ അല്ലേ എന്ന ചോദ്യം. പൂജാരി മീഡിയേറ്റർ ആണെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട എല്ലാവരും മധ്യസ്ഥരാണ്. പക്ഷെ ഓർമ്മിക്കുക, ഇവരെല്ലാവരും നിങ്ങളോട് പറയാറുള്ളത്, നമ്മൾ ദീപാരാധന നടത്തുമ്പോൾ എല്ലാവരും കയ്യിൽ പൂവിൽ പിടിച്ചോളൂ. ഞാനിതാ മന്ത്രം പറയുന്നു. ധ്രുവാദ്യോ ധ്രുവ പൃഥിവീ ധ്രുവ സപർവതാ ഇമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവ രാജാവിശാമയം ധ്രുവം ധൈരാജാവരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ദൈന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. മംഗളനീരാജനം സമർപ്പയാമി, സുവർണപുഷ്പം സമർപ്പയാമി, ചിത്രജാമരാദി സമസ്ത രാജോപചാരാൻ സമർപ്പയാമി. അങ്ങേര് ചെയ്യേണ്ട ജോലി ചെയ്തു. ഇനി നിങ്ങള് നല്ലോണം ധ്യാനിച്ച് നല്ലോണം കണ്ണടച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും നമസ്കരിച്ചോളൂ. ആരേ? പൂജാരിയെയാ? അല്ലല്ലോ. പൂജാരിയെ നമസ്കരിക്കാൻ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. നമസ്കരിക്കാൻ പറഞ്ഞിരിക്കുന്നത് വിളക്കിനെ, വിഗ്രഹത്തെ, ക്ഷേത്രത്തെ. ഇനി നമുക്ക് ആ ഈശ്വര ചൈതന്യത്തിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ്. ഇപ്പോ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതെല്ലാം ഈശ്വരനാണ് എന്ന ധാരണ നമ്മളുടെ പലരുടെയും മനസ്സിലുണ്ട്. അതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ മാറാൻ തയ്യാറാണ്, തുറന്ന മനസ്സോടുകൂടിയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓർമ്മിക്കുക, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് നമ്മുടെ ലക്ഷ്യം. അത് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല അസലായിട്ട് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തില് ഒരു വലിയ മാറ്റത്തിന് ഈ ചെറിയ അറിവുകൾ സാധിക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ 30ാമത്തെ ശ്ലോകം ഞാൻ ഒന്നുകൂടി പറയാം. 13ാം അധ്യായം 30ാമത്തെ ശ്ലോകം. പ്രകൃതി ഏവ, അർത്ഥം മനസ്സിലായല്ലോ? പ്രകൃതി തന്നെ. കർമാണി ക്രിയമാണാനി സർവശഃ. ഈ ഒരു വരി നിങ്ങൾക്ക് തുറന്ന മനസ്സോടുകൂടി വരുന്ന ഏത് യുക്തിവാദിയോടും, ഏത് ക്രിസ്ത്യാനിയോടും, ഏത് കമ്മ്യൂണിസ്റ്റുകാരനോടും, ഏത് മുസ്ലിമിനോടും അറിയാൻ ആഗ്രഹമുള്ളവനാണെങ്കിൽ ഈ വരി പറഞ്ഞു കൊടുക്കാം. അറിയാൻ ആഗ്രഹം ഇല്ലാത്തവനാണെങ്കിൽ ഇതല്ല എന്ത് പറഞ്ഞു കൊടുത്താലും പ്രയോജനമില്ല. അതായത് പ്രകൃതി ഏവ, മലയാളം മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുന്ന സംസ്കൃതമാണത്. സർവശഃ, എല്ലാ പ്രകാരത്തിലുള്ള, കർമാണി, കർമ്മങ്ങളും, ക്രിയമാണാനി, ചെയ്യിക്കുന്നത്, പ്രകൃതി ഏവ, പ്രകൃതി തന്നെ. പ്രകൃതി തന്നെ അല്ലെ? പ്രകൃതിയാണത് ചെയ്യിക്കുന്നത്. പ്രകൃതിയാണെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളാണ്, നമ്മളുടെ ചുറ്റുപാടുകളുമാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതിയാണ് ഇവിടെ നടക്കുന്ന എല്ലാത്തിനും. ഏതുപോലെ? വളരെ സിമ്പിളാണ്. നല്ല അസല് മഴ പെയ്തു, വയലിലുള്ള സകല നെല്ലും ചീഞ്ഞുപോയി. അത് ഈശ്വരനല്ല, അത് മഴ ഓവറായി വന്ന് വെള്ളം ഓവറായി കെട്ടിയിട്ട് നെല്ല് ചീത്തയായതാണ്. അപ്പൊ ഈ മഴ ഓവറായി വരുത്തിയത് ദൈവമാണോ? നമ്മളുടെ ഹിന്ദു ധർമ്മത്തിൽ പറയുന്നു അത് പ്രകൃതിയുടെ ചേഞ്ചാണ്. ഇംഗ്ലീഷുകാർ പറയുന്നു നേച്ചർ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് നാച്ചുറൽ കലാമിറ്റി. ഗോഡ്ലി കലാമിറ്റി എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡിവൈൻ കലാമിറ്റി എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. തുറന്ന മനസ്സോടുകൂടി ചിന്തിക്കുക. ഇവിടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം പ്രകൃതി. ഇനി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അത് അതേപോലെ വേർഡ് ബൈ വേർഡ് എടുക്കണ്ട, എന്നാലും ഒരു ഉദാഹരണം. നിങ്ങൾ നോക്കുക, ഇലക്ട്രിസിറ്റിക്ക് പ്രകാശമില്ല. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭഗവത്ഗീത വിവരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. വേർഡ് ബൈ വേർഡ് എടുക്കാതെ ഉദാഹരണം തുറന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് പ്രകാശമില്ല, പക്ഷെ ഇലക്ട്രിസിറ്റി ബൾബിലൂടെ പോകുമ്പോൾ പ്രകാശമാകും. ഇലക്ട്രിസിറ്റിക്ക് ചൂടില്ല, അത് ഹീറ്ററിലൂടെ പോകുമ്പോൾ ചൂടാവും. ഇലക്ട്രിസിറ്റിക്ക് മാഗ്നറ്റിക് പവർ ഇല്ല, പക്ഷെ അത് പച്ചിരുമ്പിലൂടെ പോകുമ്പോൾ അത് മാഗ്നറ്റായി മാറും. ഇലക്ട്രിസിറ്റി നിന്നാൽ പച്ചിരുമ്പ് അത് മാഗ്നറ്റ് അല്ലാതെയാകും. ഇലക്ട്രിസിറ്റിക്ക് സൗണ്ട് ഇല്ല. പക്ഷേ അത് മൈക്ക് സെറ്റിലൂടെ പോകുമ്പോൾ അത് സൗണ്ടായി മാറും. ഇലക്ട്രിസിറ്റിക്ക് കൈനറ്റിക് എനർജി ഇല്ല. ഫാനിലൂടെ പോകുമ്പോൾ കൈനറ്റിക് എനർജി കാറ്റായി മാറും. ഇലക്ട്രിസിറ്റിക്ക് ചൂടില്ല എന്ന് പറഞ്ഞ പോലെ തണുപ്പും ഇല്ല, പക്ഷെ എയർ കണ്ടീഷണറിലൂടെ കടന്നു പോകുമ്പോൾ തണുപ്പായി മാറും. ഇനി എന്ത് വേണമെങ്കിലും നിങ്ങൾ എക്സാമ്പിൾ എടുത്തു. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേർഡ് ബൈ വേർഡ് ആ ഇലക്ട്രിസിറ്റിയും അതിന്റെ പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിനോ ജഗ്ലറിക്കോ വേണ്ടിയല്ല. ഇലക്ട്രിസിറ്റി പോലെയാണോ ഈശ്വരൻ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഈശ്വരീയ ചൈതന്യം പരമാത്മരൂപത്തില് ജീവാത്മരൂപത്തിലൊക്കെ നിലനിന്നാലേ ആ ശരീരം പ്രവർത്തിക്കുള്ളൂ. ബൾബില് ഇലക്ട്രിസിറ്റിക്ക് പ്രകാശം ഇല്ല എങ്കിലും, ഇലക്ട്രിസിറ്റി ബൾബിലൂടെ കടന്നു പോയില്ല എങ്കിലും ബൾബ് പ്രകാശിക്കില്ല. അത്
അറിയുന്നത് പോലെ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലേ ബൾബ് പ്രകാശിക്കുള്ളൂ, ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലേ ഹീറ്റർ ചൂടാവുള്ളൂ, ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലേ ഫാൻ വർക്ക് ചെയ്യുള്ളൂ, ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലേ പമ്പ് വർക്ക് ചെയ്യുള്ളൂ, എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുള്ളൂ, സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്നത് പോലെ ജീവചൈതന്യം ഉണ്ടെങ്കിലേ. അപ്പൊ നമ്മളുടെ ഹിന്ദു ധർമ്മത്തിന്റെ ഉത്തരമാണ് ഭഗവാൻ കൃഷ്ണൻ ഇപ്പൊ നമുക്ക് പഠിപ്പിക്കുന്നത്. പ്രകൃതി ഏവ സർവശഃ കർമാണി ക്രിയമാണി. പ്രകൃതിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയണം. ഇത് ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻ അല്ല, ദൈവത്തിന്റെ ഓർഡർ അല്ല, ദൈവം ചെയ്യിക്കുന്നതല്ല. പക്ഷേ മയാധ്യക്ഷേണ പ്രകൃതി എന്ന് നേരത്തെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ച ചൈതന്യം അതൊരു അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്നു. ഈശ്വരൻ എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിൽ അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് പ്രകൃതി ഇതെല്ലാം ചെയ്യിക്കുന്നു. യഹ പശ്യതി, അത് കൃത്യമായിട്ട് ആരാണോ കാണുന്നത്, അത് തിരിച്ചറിയുന്നത് ആരാണോ, പ്രകൃതി രണ്ടെണ്ണമാണ് ഹിന്ദു ധർമ്മത്തിലുള്ളത്. ഒന്ന് പ്രകൃതി, ഈ കാര്യത്തിനെല്ലാം കാരണഭൂതമായ പ്രകൃതി. അതേ സമയത്ത് പ്രപഞ്ച സാക്ഷി ഭാവത്തിലുള്ള ഈശ്വര ചൈതന്യം. യഹ പശ്യതി, അത് അങ്ങനെ തന്നെ ആരാണോ തിരിച്ചറിയുന്നത്. കൊറോണ വന്നത് ദൈവം കൊണ്ടുവന്നതല്ല, അത് പ്രകൃതി ചെയ്യിച്ച ഇതാണ്. അത് മിക്രോണായി മാറുന്നത്, മിക്രോണോ ഓമിക്രോണോ ഒക്കെ ആയി മാറുന്നത് പ്രകൃതിയാണ്. ഇറ്റ്സ് എ നാച്ചുറൽ മ്യൂട്ടേഷൻ എന്ന വാക്കല്ല ഉപയോഗിച്ചത്. ആരെങ്കിലും ഉപയോഗിച്ചോ? ഡിവൈൻ മ്യൂട്ടേഷൻ, ഗോഡ്ലി മ്യൂട്ടേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചോ? നമുക്ക് ശരിക്കും പറഞ്ഞാല് നല്ല അസല് കെമിസ്ട്രിയും ഫിസിക്സും ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പളുടെ എക്സ്പ്ലനേഷൻ എന്താ? whenever the system in equilibrium is disturbed, the system will adjust എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഗോഡ് വിൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളും ഇത് തന്നെയല്ലേ ഇവിടെയും പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പോ മറ്റോ ആണ് കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നു. ഈ കാലഘട്ടം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ലീ ഷാറ്റ്ലിയർ ആണ് കണ്ടുപിടിച്ചത്. ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം വെന്നെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥയിലുള്ള ഒരു സിസ്റ്റം നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘടകത്തെ മാറ്റിയാൽ, whenever the system in equilibrium is disturbed by changing any one of the parameters, the system will adjust itself in such a way that the effect of the disturbance will be nullified. The system will adjust. അത് പെർഫെക്റ്റ് ആണ്. ഗോഡ് വിൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അത് സയൻസ് ആണത്. ഇതും അത് തന്നെയല്ലേ. പ്രകൃതി ഏവച കർമാണി ക്രിയമാണി യഹ പശ്യതി. സയന്റിസ്റ്റുമാർ കണ്ടതുപോലെ ആരാണ് കാണുന്നത്? തഥാ ആത്മാനമകർത്താരം സ പശ്യതി. ഓർമ്മിക്കുക, ആത്മാവല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ ആത്മ സംതൃപ്തി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സംതൃപ്തിയല്ല, എന്റെ സംതൃപ്തിയാണ്. ആത്മാവ് ശരീരത്തിൽ നിലനിൽക്കുമ്പോൾ ഈ ശരീരത്തിന് തോന്നുന്ന ആരാമം, ആഹ്ലാദം, ആത്മാരാമം, ആത്മസംതൃപ്തി, ആത്മാഭിമാനം, ആത്മഹർഷം, ആത്മഹത്യ, ചേർത്ത് എന്തു വേണം, ആത്മാഭിമാനം എന്ന് പറഞ്ഞ മാതിരി എന്തു വേണം, ആത്മനിർഭരത, എല്ലാം ഞാൻ, ആത്മാവുള്ള ഈ ശരീരത്തിന്റെ ഡെമോൺസ്ട്രേഷനും പ്രതിഫലനങ്ങളുമാണതെല്ലാം. നല്ല വാക്കാണ് കേട്ടോ. ശരിക്കും ഞാൻ വെറുതെ വാക്കുകൾ ഉപയോഗിക്കുന്നതല്ല. ആത്മാവുണ്ടെങ്കിലേ ആത്മാഭിമാനമുള്ളൂ. പക്ഷെ ആത്മാഭിമാനം ആത്മാവിനല്ല, ശരീരത്തിനാണ്. പക്ഷെ അത് ആത്മാവിന്റെ സാന്നിധ്യത്തിലാണ്. ആത്മഹർഷം, ആത്മാനന്ദം, ആത്മഹത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊല്ലുകയാണ്. ആത്മാവുണ്ടെങ്കിൽ ഞാൻ എന്നെ കൊല്ലുമ്പോൾ ആ ആത്മാവിനെ ഹത്യ ചെയ്ത മാതിരി അത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു. എത്രയല്ലേ, എന്ത് രസാണ്. ഈ വാക്കുകളൊക്കെ സംസ്കൃതത്തിൽ വന്നിരിക്കുന്നത് നിരുക്തം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണെന്ന് മറക്കരുത്. യാസ്കാചാര്യന്റെ BC 300 എഴുതിയ നിരുക്തം എന്ന വാക്കിന്റെ അർത്ഥം ഭാഷാശാസ്ത്രത്തിൽ പറയാത്തതായിട്ടൊന്നുമില്ലാത്തത് എന്താണോ അത് നിരുക്തം, പറയാത്തതായിട്ട് വിവരിക്കാത്തതായിട്ടൊന്നുമില്ലാത്തത് ഏതാണോ അത് നിരുക്തം. അങ്ങനെ ഭാഷാശാസ്ത്രത്തിലെ അടിമുടി വിവരിച്ചിരിക്കുന്ന അവിടെയൊക്കെ നമുക്ക് ഈ ആത്മാ എന്നുള്ളത് കാണാൻ സാധിക്കും. പരമാത്മാ ബൗണ്ടറി ഇല്ലാത്ത ആത്മാവിനാണ് പരമാത്മം. അത് മുഴുവനും സ്പ്രെഡായി കിടക്കുന്നു, അകത്തും പുറത്തുമെല്ലാം നിറഞ്ഞിരിക്കുന്നു. അതുപോലെ ബ്രഹ്മാനന്ദം, അത് പരമമായ വസ്തുതകളെ റിയലൈസ് ചെയ്യുമ്പോൾ തോന്നുന്ന
ആനന്ദം, ആ പരമമായ അച്ചീവ്മെന്റ് എത്തി ബ്രേക്ക് ആയപ്പോഴാണ് നമ്മുടെ ISRO ചെയർമാൻ ശിവൻ പൊട്ടിക്കരഞ്ഞത്. അതൊരു പരമാനന്ദമായി മാറേണ്ടത് പരമവേദനയായി മാറിയത് ലാസ്റ്റ് സെക്കൻഡില്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15-16 സെക്കൻഡിലാവുമ്പോ അപ്രത്യക്ഷമായി. ബിപിൻ റാവത്തിന്റെ ഹെലികോപ്റ്റർ അപ്രത്യക്ഷമായ മാതിരി അപ്രത്യക്ഷമായി. ഏത്? നമ്മുടെ മംഗൾയാനാണെന്നാണ് തോന്നുന്നത്, ചന്ദ്രയാനോ മംഗൾയാനോ ഏതായാലും ഓർമ്മിക്കുക, ആ പരമമായ സന്തോഷത്തിന്റെ വക്കിലെത്തിയപ്പോഴത്തേക്കും അത് പോയി. അതാണ് ISRO ചെയർമാൻ പൊട്ടിക്കരഞ്ഞത്. അപ്പൊ ആത്മഹർഷം, ആത്മാനന്ദം ആത്മദുഃഖമായി മാറി, ആത്മാവുള്ള ശരീരത്തിന്റെ ദുഃഖമായി മാറി. അത് ആശ്വസിപ്പിച്ചപ്പോ അതൊരു എന്താ പറയാ, എന്ത് വാക്കാ ഉള്ളത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ആത്മാശ്വാസം എന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല, അത് കാരണം ഞാൻ പറയണില്ല. അതൊരു വലിയ ആശ്വാസമായി മാറി. അപ്പൊ യഹ പശ്യതി തഥാ ആത്മാനം അകർത്താരം, ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ മഹത്വം നോക്കൂ. തഥാ അപ്രകാരം, ആത്മാനം, തഥാ പ്ലസ് ആത്മാനം പ്ലസ് അകർത്താരം, ആത്മാവ് ഒരു വർക്കും ചെയ്യുന്നില്ല. 5 sensory organs and 5 functional organs and the mind, all these 11 parameters will be, was, were and are and will be. All these 11 parameters of the body were working, are working and will be working only in the presence of the soul Jivatma. But it is not the Jivatma which is working, which is functioning, which is doing the work. It's not the Jivatma which is doing. In presence of Jivatma, the nature that is existing in the body, that is functioning. So the smelling takes place, the tasting takes place, the touching, feeling takes place, and the listening and the watching parameters are taking place exclusively because of the presence of Jivatma in the body. Body is that nature's contribution. In the absence of soul, inevitably we will not be in a position to listen, watch or anything. എത്ര സയന്റിഫിക്കാ, എത്ര സിമ്പിളാണ്. ഞാനിത് ഇത്രയൊന്നും വിവരിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും എനിക്കൊരു രസം കൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ ഡിക്ലെയർ ചെയ്തതല്ല. അങ്ങനെ ആർക്കാണോ ആത്മാവല്ല പ്രവർത്തിക്കുന്നത് എന്ന് ആർക്കാണോ കാണാൻ സാധിക്കുന്നത് അയാളാണ് ശരിക്കും ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ കാണുന്നത്. അല്ല, ആത്മാവാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് പറയാനാണെങ്കിൽ താൻ പറഞ്ഞോ, പക്ഷെ താൻ വസ്തുത കാണുന്നില്ല. അത്രേ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ. താൻ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല, അത്രേ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ. അത് കാരണം താനിനി അല്ല ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, എന്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്, അപ്പൂപ്പൻ പഠിപ്പിച്ചിരിക്കുന്നത്, ഇവരെല്ലാവരും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ആത്മാവിനാണ് ആത്മാനന്ദം ഉണ്ടാവുന്നത്, ആ ആത്മാവിനാണ് ആത്മാഭിമാനം ഉണ്ടാവുന്നത്, ആ ആത്മാവിനാണ് ഹർഷം ഉണ്ടാവുന്നത്, ആത്മഹർഷം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ, കൃഷ്ണൻ പറയുന്നു സഹ ന പശ്യതി, അയാൾ കാണുന്നില്ല വസ്തുത. ഇതാണ് വസ്തുത എന്ന് കാണും. അത്രേ ഉള്ളൂ. ആത്മഹത്യ ചെയ്യത്തക്ക വിധത്തിലുള്ള കുറ്റമൊന്നും അയാളും ചെയ്യുന്നില്ല, കുറ്റം അയാൾ ചെയ്തു എന്ന് നമ്മളോട്ട് പറയുകയും വേണ്ട. താൻ ചൊവ്വേ നേരെയുള്ള കാര്യങ്ങൾ കാണുന്നില്ല എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിച്ച് പോവാം. താൻ കാണാൻ തയ്യാറില്ലെങ്കിൽ തന്റെ തലയിൽ എഴുത്ത, കേരളമായ സ്ഥിതിക്ക് കാണാൻ തയ്യാറില്ലാത്തവന്റെ ലിസ്റ്റായിരിക്കും കൂടാൻ സാധ്യതയുള്ളത്. ഇപ്പൊ നമ്മൾ പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു പ്രശ്നമില്ല. താൻ കണ്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? താൻ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? കണ്ടാലും കൊള്ളാം, കണ്ടില്ലെങ്കിലും കൊള്ളാം, രണ്ടിനെ ഇടയ്ക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതായാലും നമുക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് വളരെ വളരെ കൃത്യമാണ്. ആത്മാവ് ഇതൊന്നും ചെയ്യുന്നില്ല. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ശരീരമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ആരാണോ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് അയാളാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പൊ ഒറ്റ വരി നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ശരീരം പ്രകൃതി അതിതെല്ലാം ചെയ്യുന്നു ആത്മാവിന്റെ സാന്നിധ്യത്തില്. അത്രേ ഉള്ളൂ. അടുത്തത് 31. യഥാ ഭൂതപൃഥഗ്ഭാവം സർവജീവജാലങ്ങളുടെയും വ്യത്യസ്ത 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 ഭാവങ്ങൾ. എന്താ ഭാവം? നടക്കുന്ന ഭാവം, ഇരിക്കുന്ന ഭാവം, ഉറങ്ങുന്ന ഭാവം, സംസാരിക്കുന്ന ഭാവം, മുഖത്തെ എക്സ്പ്രഷൻ, നോക്കുന്ന, ചിരി, കേൾക്കുന്ന
സംസാരിക്കുന്ന വാസനിക്കുന്ന ഭാവങ്ങൾ യഥാ ഏതെല്ലാം തരത്തിലുള്ള ഭൂത പ്ലസ് പൃഥക് പ്ലസ് ഭാവം പ്ലസ് ഏകസ്ഥം ഏക പ്ലസ് സ്ഥം പ്ലസ് അനുപശ്യതി. ഒരു ജീവജാലത്തിൽ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ഭാവം ആക്ടിവിറ്റി ആക്ഷൻ, ഓരോ ഭാവം ആക്ടിവിറ്റി ആക്ഷൻ അതൊരൊറ്റ ആധാരത്തിലാണ് ഏക പ്ലസ് സ്ഥം എന്ന് വെച്ച് ഞാൻ നിലനിൽക്കുന്നത്. ഒരൊറ്റ ആധാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നതെന്ന് അനുപശ്യതി. ശരിക്കും അനുപശ്യതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത് വന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. അനുഗ്രഹം, അനുകരണം, അല്ലേ? അടുത്ത് വന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല ഇതിൽ എഴുതിയത്. ഞാൻ അതാണ് ഏകദേശ അർത്ഥം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ സർവചരാചരങ്ങളുടെയും സർവജീവജാലങ്ങളുടെയും ഓരോ ഭാവവും ഓരോ ആക്ടിവിറ്റിയും ഓരോ തരത്തിലുള്ള തെർബ്ലിക്സ് എന്ന് സോഷ്യോളജിയിൽ പറയും. അതായത് കയ്യുകൂപ്പ എന്നുള്ളതിന് എന്താ തെർബ്ലിക്സ്? കൈ ഇങ്ങനെ എടുത്തു, 4 വിരൽ കൂട്ടിച്ചേർത്തു, ഈ വിരൽ ഇങ്ങനെ ഇതും കൊണ്ടുവന്നു, ഒരേപോലെ കൊണ്ടുവന്നു, ഇത് ചേർത്തു, അത് പ്രസ് ചെയ്തു. എത്രയാ തെർബ്ലിക്സ് അതിനകത്തുള്ളത്? ആക്ടിവിറ്റി യൂണിറ്റ് ഓപ്പറേഷൻ. ആ തെർബ്ലിക്സ് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസും ഓരോന്നും അല്ലെങ്കിൽ എല്ലാം വീണ്ടും വീണ്ടും വരുന്ന പലതും പൃഥക് ഭാവം ഒരൊറ്റ ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അടുത്ത് വന്നാരാണോ മനസ്സിലാക്കുന്നത്. ഒരു കഥ പറയുന്ന മാതിരി പറയാൻ എന്തൊരു രസമാണെന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് കേട്ടോ. തതയേവ ച വിസ്താരം. ഓരോ ആക്ടിവിറ്റിയും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിസ്തരിച്ച എല്ലാ ആക്ടിവിറ്റിയും. ആന വീട്ടിൽ ചെന്ന് പച്ച മടല് വലിച്ചെടുത്ത് ആനക്കാരൻ കെട്ടി ഇത് കൊമ്പിലെടുത്ത് അതിനെ കൊണ്ടുപോയി അമ്പലത്തിൽ തളച്ചിടുമ്പോഴത്തേക്കും അതിലെ ഓരോ മടലും അതിന്റെ തുമ്പിക്കൈ കൊണ്ട് ഒടിച്ച് അതിന്റെ പൊടി കളഞ്ഞ് കാലിൽ തട്ടി അത് വായിലിട്ട് പല്ല് കൊണ്ട് ചവച്ച് അകത്തേക്ക് എടുക്കുന്ന വിസ്താരം. തീറ്റ എന്ന വിസ്താരം, തിന്നുക എന്നുള്ളത് വിസ്തരിച്ചു പറയുകയാണെങ്കിൽ അതിൽ എത്ര ആക്ടിവിറ്റീസ് ഉള്ളത്? ആ ആക്ടിവിറ്റീസ് എല്ലാം തതയേവ ച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥ. പരമമായ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലെ ഓരോ പ്രവൃത്തിയും എല്ലാ പ്രവൃത്തിയും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ വെരി ഗുഡ്. അത്രയും കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാക്കിയാൽ ഉടനെ നീ സ്വർഗത്തിലേക്ക് പോകും. പറഞ്ഞിട്ടില്ല കൃഷ്ണൻ, നിന്റെ പാപമെല്ലാം തീരും. ഇവിടെ പാപം തീരലും പുണ്യമുണ്ടാക്കലും ഒന്നും ഇതിനകത്തില്ല. ഇവിടെ പാപവും ഇല്ല, പുണ്യവും ഇല്ല. ഇവിടെ വസ്തുതയാണ്, സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണ്. റാഷണൽ, ലോജിക്കൽ ആൻഡ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ for bringing the information connected with the soul, which the science is not at all giving. സയൻസ് തരുന്നേയില്ല. നിങ്ങൾ ഏത് ബയോകെമിസ്ട്രി പുസ്തകം എടുത്തോളൂ, ബോട്ടണി എടുത്തോളൂ, സുവോളജി എടുത്തോളൂ, എൻവയോൺമെന്റൽ സയൻസ് എടുത്തോളൂ, മൈക്രോബയോളജി എടുത്തോളൂ, നിങ്ങൾ ടിഷ്യൂ കൾച്ചർ എടുത്തോളൂ, ഏത് എടുത്തോളൂ, അവിടെ സോൾ, ആത്മാവ് എന്ന വാക്കൊരു ഡോക്ടർ പറയില്ല. ആത്മാവ് എന്ന വാക്കൊരു ബയോകെമിസ്റ്റ് പറയില്ല. ആത്മാവ് എന്ന വാക്കൊരു മൈക്രോബയോളജിസ്റ്റ് പറയില്ല. പറഞ്ഞാൽ അയാൾ സയന്റിസ്റ്റ് അല്ലാതാവും എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അപ്പൊ അയാൾ പറയുന്നത്, ആത്മാവ് എന്നുള്ള വാക്ക് പറയാതെ പറയുന്നത് നേച്ചർ പ്രവൃത്തി. എന്റെ സാറ്, എന്റെ ലങ്സ് എന്താ ഇങ്ങനെ വർക്ക് ചെയ്യണേ? ഇടോ, അത് നാച്ചുറൽ ആടോ, അത് നേച്ചർ അങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? പ്രശ്നം തീർന്നു. ആ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന ജീവാത്മാവ് നേച്ചർ തന്നിരിക്കുന്ന ഹാർട്ടിൽ പ്രവർത്തിക്കുന്നതിന് സാന്നിധ്യം കൊടുക്കുന്നത് കൊണ്ടാണോ എന്ന് പറയില്ല ഡോക്ടർ. ഡോക്ടർ ആ ലെവൽ എത്തിയിട്ടില്ല. ഡോക്ടർ ആ ലെവൽ എത്തിയാൽ ചിലപ്പോൾ ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് വിടും. കാരണം ആത്മാവാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിവിടെ ചീഫ് ഡോക്ടറായിട്ട് എന്തിനാണോ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. ചീഫ് ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഒരിക്കലും ആത്മാവിനെ തൊട്ട് കളിക്കില്ല. കാരണം തൊട്ട് കളിച്ചാൽ വേറെ പല ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അവർക്ക് ആത്മാവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടൊന്നുമല്ല, ഇഗ്നോർ ചെയ്യുന്നതല്ല, ആത്മാവിനെ ഇൻസൾട്ട് ചെയ്യുന്നതല്ല, അതിനെ അവർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നില്ല. പറയാൻ പറ്റില്ല അവർക്ക്. ഞാൻ ഉള്ളിലേക്ക് കയറി നിന്ന് പറയുകയാണേ
പക്ഷെ ഞാൻ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഡോക്ടർ വി പി ഗംഗാധരൻ സാറിനെ പോലെയുള്ളവര് പല പല ഹോസ്പിറ്റലുകളിലും നമ്മളുടെ മാതാ അമൃതാനന്ദമയുടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ 3 വിഭാഗക്കാർക്കും പ്രാർത്ഥിക്കാനുള്ള മുറികളൊക്കെ ഉണ്ട്. പണ്ട് അങ്ങനെ ഇല്ല. കാരണം പണ്ട് ഈശ്വരന്റെ ആവശ്യമേ ഡോക്ടർമാർക്കില്ല. ഒരു എൻട്രൻസ് പാസ്സായി കഴിഞ്ഞാൽ ഡോക്ടറായി എന്ന് പണ്ട് ധരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ MBBS ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മരുന്ന് എഴുതി കൊടുക്കാനുള്ള ലെവലിലേക്കൊക്കെ അവരെത്തി. ഈ മരുന്ന് കഴിച്ചോളൂ, ഒരാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും. MBBS കഴിഞ്ഞാൽ MD എത്തുമ്പോഴത്തേക്കും ഒരല്പം സംശയമായി. ഈ മരുന്ന് ഒരു 3 ദിവസം കഴിക്കുക, എന്നിട്ട് എന്നെ ഒന്ന് ഫോണിൽ വിളിക്കാം, അല്ലെങ്കിൽ എന്നെ വന്ന് കാണാം. പണ്ടാണെങ്കിൽ ഫോണിൽ വിളിക്കാന്ന് പറയില്ല, എന്നെ വന്നൊന്ന് കാണാൻ പറയും. ഇപ്പൊ പറയും ഒന്ന് വിളിക്കാൻ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി എങ്ങനെയുണ്ടെന്നുള്ളത്. MBBS കഴിഞ്ഞു, MD കഴിഞ്ഞു, DM ഡോക്ടർ ഓഫ് മെഡിസിൻ ആയിക്കഴിഞ്ഞാല് പിന്നെ എന്തായാലും ഒരു കാര്യം ചെയ്യാം, മരുന്നൊക്കെ കഴിക്കാം. ഞങ്ങളൊക്കെ മരുന്ന് തരുന്നേ ഉള്ളൂ, ഞങ്ങളല്ല ചികിത്സിക്കുന്നത്, ഞങ്ങളല്ല അസുഖം മാറ്റുന്നത്. വി ആർ ഓൺലി ഇൻസ്ട്രുമെന്റ് ടു ഗിവ് യു ദ മെഡിസിൻസ്. നല്ലോണം പ്രാർത്ഥിക്കുക, ഈശ്വരനെ വിചാരിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് നല്ലോണം രീതിയിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഡോക്ടർമാർ ഇന്ന് ധാരാളം ഉണ്ട്. വലിയൊരു മാറ്റാണ്, വിപ്ലവകരമായ മാറ്റാണ് നമ്മൾ ചെയ്യുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ടെന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. എണ്ണിയാൽ തീരാത്തത്രയും പേരിപ്പോ ഉണ്ട്. ചെറുപ്പത്തിൽ ഒരു പക്ഷെ പറയില്ലായിരിക്കാം, കുറച്ചുകൂടി മെച്ചുറാകുമ്പോൾ. അപ്പൊ നമുക്ക് യഥാഭൂതഭാവം ഏകസ്തം അനുപശ്യതി, സർവ്വജീവജാലങ്ങളുടെയും ആന്തരികമായിട്ടുള്ള ശരീരത്തിന്റെ പ്രവൃത്തിക്ക് ആധാരമായിട്ടുള്ള ആ ചൈതന്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരൊറ്റ ചൈതന്യമാണ്. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. ഇത് നിരന്തരം പറയാറുള്ളത് കൊണ്ട് ഞാൻ ഇതിന്റെ അർത്ഥം വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഓരോ പ്രവൃത്തിയിലും ആധികാരികമായിട്ട് ശരീരത്തില്, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരത്തില് ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ പ്രവൃത്തിയും ഇതേ ചൈതന്യം തന്നെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല എന്റെ അർജുന. ഇത് രസാലെ, കഥ പറയുന്ന മാതിരി ഇപ്പൊ ഭഗവത്ഗീത പറയാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം. വളരെ രസമാണ്. ഒരു കാര്യം ഈശ്വര ചൈതന്യമാണെങ്കിൽ ബാക്കിയല്ല ഇൻ എക്സ്ട്രാപ്പൊളേഷൻ ആൻഡ് ഇൻട്രാപ്പൊളേഷൻ. യു ക്യാൻ എക്സ്ട്രാപ്പൊളേറ്റ് ഇറ്റ്. ഇഫ് one can be so beautifully if you can understand, or if you can understood, or if you are in a position to understand, that is extrapolation to all other parameters. ഞാൻ കണ്ണുകൊണ്ട് എങ്ങനെയാ കാണുന്നത്? കണ്ണിൽ ഒരു ചൈതന്യം ഉള്ളത് കൊണ്ട്. ആ ചൈതന്യം ഉള്ളത് കൊണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ പിന്നെ ചെവിക്കും, പിന്നെ മൂക്കിനും, പിന്നെ നാക്കിനും, പിന്നെ യുവൂളയ്ക്കും, പിന്നെ എപ്പിഗ്ലോട്ടിസിനും, പിന്നെ ഇവിടത്തെ ഉള്ള ഡുവോഡിനത്തിനും, പിന്നെ സ്റ്റൊമക്ക് ഇങ്ങനെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിലൂടെ അങ്ങനെ ആ കൊണ്ടുവന്ന നമ്മൾ അകത്തേക്കിട്ട ചോറ് അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് അരക്കുകയാണ്. സ്റ്റൊമക്ക് ഇങ്ങനെ അരയ്ക്കും. എന്നിട്ട് കുറേശ്ശെ അത് സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് വിടും. അതിൽ നിന്ന് കുറേ അധികം വലിച്ചെടുക്കാനുള്ളതൊക്കെ വലിച്ചെടുക്കും. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളാണെങ്കിൽ നല്ല ഉറക്കാണേ രാത്രി. പക്ഷെ ഇതൊക്കെ അതിനകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. 23, 21, 22 അടി നീളമുള്ള ഈ കൊടലില് അതിലൂടെ ഈ തിന്നതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം അത് വൻകൊടലിലെത്തും. അതിന് ഒരു ടിക്കറ്റും വേണ്ട, ഒരാളുടെ പെർമിഷനും വേണ്ട. ആരാ കുട്ടി ഈ തിന്ന സാധനം രാവിലെ എത്തുമ്പോ മറ്റേ അറ്റത്തേക്ക് എത്തിച്ചത് ആരാ കുട്ടി എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? കയ്യു കൂപ്പിയിട്ട് അന്തർജനാണെങ്കിൽ പറയൊക്കെ അവിടത്തെ ശക്തിയാണ് കേട്ടോ എന്ന് അന്തർജനം പറയും. EMSന്റെ ഭാര്യ ഒഴിച്ച്. അപ്പൊ ഓർമ്മിക്കുക, നമ്മളുടെയൊക്കെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വരുന്നതും the starting of the answer, the middle of the answer and the end of the answer. ഒരു ചൈതന്യം ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. അത് എപ്പോ ഇതിൽ നിന്ന് പോകുന്നു, എല്ലാ അവയവങ്ങളും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നു എങ്കിലും അതൊന്നും പ്രവർത്തിക്കില്ല എന്ന പച്ച മലയാളം. എല്ലാ അവയവ ഭാഗങ്ങളും. ഞാൻ എന്റെ ഭാര്യ മരിച്ചപ്പോൾ ആരും കാണാതെ ഒരു 3-4 ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഇപ്പൊ കണ്ടാൽ ഞാൻ ഇരുന്ന സ്ഥലത്ത് തകർന്നു പോകും. ജീവനുള്ളതിൽ നിന്ന് ജീവൻ ഇല്ലാത്തതിലേക്ക് മാറിയ ഫോട്ടോ. കാരണം എനിക്ക് എന്നും കാണണം അവളുടെ 2 ഭാവം. 37 വർഷം ജീവനുള്ളത് കണ്ടിട്ട് ഇതൊന്ന് കാണുമ്പോഴത്തേക്കും ഗോപാലകൃഷ്ണന്റെ മനസ്സ് എന്താ, എനിക്ക് വാക്കില്ല പറയാൻ. അത് വെച്ചു. കാരണം ശരീരം അതേപോലെയുണ്ട്. ശരീരത്തിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ പോയത് എന്ത്?
ഏതാണ്ട് 1.25 മണിക്കൂറ് ഊർക്കം വലിക്കുന്ന മാതിരി നമ്മൾ പറയില്ലേ, അവസാനത്തെ ശ്വാസം വലിക്കുക, ഊർധ്വം ശ്വാസം വലിക്കുക. അത് കഴിഞ്ഞു പതുക്കെ 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 11:15 നിന്നു. ഏതാണ്ട് ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. തലോടിക്കൊണ്ടേയിരുന്നു. ആരോ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, സാറിന് ബന്ധനം വിട്ടിട്ടില്ല അല്ലേ? ഞാനൊരു പച്ച മനുഷ്യനാണ്, ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടുകൊണ്ടുള്ള പച്ച മനുഷ്യൻ, എനിക്കെങ്ങനെ ബന്ധനം വിടുക? ഞാൻ സന്യാസിയൊന്നുമല്ല, രാമകൃഷ്ണ പരമഹംസരല്ല, രമണ മഹർഷിയല്ല, ഞാൻ സാധാരണ മനുഷ്യനല്ലേ, നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യൻ. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഞാൻ സന്തോഷിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തില് ആ ശരീരത്തിൽ നിന്ന് പോയതും പോകുന്നതിന് മുമ്പും ഈ 2 കണ്ണുകൾ കൊണ്ട്, തലച്ചോറ് കൊണ്ട് കണ്ടു നിൽക്കാൻ സാധിച്ചതാണ്. യഥാർത്ഥത്തില് ഒരു ഭാവം തതയേവച വിസ്താരം. എല്ലാ ആക്ടിവിറ്റിയും ആരുടെ ആയാലും, എന്റെ ആയാലും ഭാര്യയുടെ ആയാലും നമ്മളുടെ ആരുടെ ആയാലും ആ ആക്ടിവിറ്റികളെല്ലാം അവസാനിക്കുന്നു. ആ ചൈതന്യം പോകുമ്പോൾ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് പറയാൻ എന്റെ പേഴ്സണൽ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാം ഈശ്വര ചൈതന്യമാണ്. നമ്മളെല്ലാം ഈശ്വരനാണെന്ന് പറയുമ്പോൾ മറ്റ് വിഭാഗക്കാരും മറ്റ് മതങ്ങൾ പറയുന്ന ഈശ്വരൻ ദൈവത്തിന്റെ സങ്കല്പമേ അല്ല. ഇത് വെറുതെ ഞാൻ പറയുന്നത്, നിങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും. മറ്റൊരു പുസ്തകത്തിലും ഇങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഭഗവാൻ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ നമ്മളുടെ അടുത്ത് ഈശ്വരൻ എന്താണ്, ഈശ്വരന്റെ ജോലി എന്താണ്, പ്രകൃതിയുടെ ജോലി എന്താണെന്ന് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എക്സാമ്പിൾ പറയുന്നു. ഇങ്ങനെ ജീവജാലങ്ങളിൽ നടക്കുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അങ്ങനെയൊന്നും ഒരിക്കലും ഒരാൾ പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ബാക്കിയുള്ളതെല്ലാം അതുപോലെയാണ്. വിസ്താരം തതയേവച വിസ്താരം. അതിന്റെ എക്സ്ട്രാപ്പുലേഷൻ. വിസ്താരം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വാക്കാണ് കേട്ടോ. Extrapolation, you can extrapolate it to that direction, you can intrapolate it to this direction, so that you can explain everything, because it is that soul, that Jivatma is the instrument for getting things done by the tissues and organs present in our body. നമ്മുടെ ശരീരത്തിലുള്ള ടിഷ്യൂകളും ഓർഗൻസും ഒക്കെ പ്രവർത്തിക്കാൻ കാരണം ആ ജീവാത്മ ചൈതന്യമുള്ളതാണ്. ബ്രഹ്മസമ്പദ്യതേ തഥാ. അപ്പോൾ മനസ്സിലാവും. ഇവിടെ ബ്രഹ്മം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പരമമായ ചൈതന്യം. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാൻ നിഹിതോത്സജന്തോ. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായതിലും പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ, ജീവാത്മാവിന്റെ രൂപത്തിൽ സർവ്വചരാചരങ്ങളിലും നിലനിൽക്കുന്ന ആ ചൈതന്യത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഋഷി പറയുന്നു. ആ ലെവലിലേക്ക് ഒരെണ്ണത്തെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ അടുത്ത വരി എല്ലാം ഇങ്ങനെ തന്നെയാണ് ഗോപാലകൃഷ്ണ. ഒരെണ്ണം മനസ്സിലാക്കിയാൽ നീ മനസ്സിലാക്കിയതുപോലെയാണ് ബാക്കിയുള്ളതെല്ലാം എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 2 ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിക്കാം. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് വെറുതെ വായിക്കാം. പ്രകൃതി പ്ലസ് ഏവ പ്ലസ് ച കർമാണി ക്രിയമാണാനി സർവശഃ യഹ പശ്യതി തഥാ ആത്മാനം അകർത്താരം യഹ പശ്യതി സ ഏവ പശ്യതി യഥാ ഭൂതപൃഥക് ഭാവം ഏകസ്ഥം ഒന്നിലടിസ്ഥാനമാക്കിയിരിക്കുന്നു ഇതി അനുപശ്യതി എന്ന് ആരാണോ അടുത്തുനിന്ന് മനസ്സിലാക്കുന്നത്, തഥാ ഏവ ച വിസ്താരം, അതുകൊണ്ട് അതേ പ്രകാരം തന്നെ വിസ്തരിക്കുക, എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുക. ബ്രഹ്മസമ്പദ്യതേ തഥാ. എല്ലാം ഈ ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് അപ്പോൾ മനസ്സിലാവും. എപ്പോഴാണോ ഒരെണ്ണത്തിന്റെ ആൻസർ കിട്ടുന്നത്, അപ്പോൾ എല്ലാത്തിന്റെയും ആൻസർ നിങ്ങൾക്ക് തന്നെ എക്സ്ട്രാ വിസ്തരിച്ച് മനസ്സിലാക്കിയാൽ സാധിക്കും. ഇതിനേക്കാളും വലിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഹിന്ദു ധർമ്മം നമ്മുടെ പൈതൃകം പഠിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കൃഷ്ണനെ പോലെ ഗോപാലകൃഷ്ണനെ പോലെ അല്ല, കൃഷ്ണനെ പോലെ. 32ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അനാദിത്വാൻ, അനാദിയാണ് എന്നാ തുടങ്ങി എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തമില്ല കൃഷ്ണ എന്ന് നമ്മളോട് പറയുകയാണ്. എന്നാ തുടങ്ങി എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തമില്ല. അനാദിത്വാൻ,
നിർഗുണത്വാത്. കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്, യൂസ്ലെസ് അല്ല. കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, ഷേപ്പ്ലെസ് ആണ്, സൈസ്ലെസ് ആണ്, അങ്ങനെ ലെസ് ആണ്, പക്ഷെ യൂസ്ലെസ് അല്ല. നിർഗുണത്വാത് അർത്ഥം മനസ്സിലായി? പരമ ആത്മ ആത്മ അയം പരമാത്മാ അവ്യയം. പരമാത്മായം അവ്യയം, അയം പരമാത്മാ അവ്യയം. അവ്യയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, നാശഹീനമായ, ജനന മരണങ്ങൾക്ക് അതീതമായ അയം പരമാത്മാ. അത് അനാദിയാണ്. വളരെ ശരിക്കും പറഞ്ഞ എൻട്രൻസ് എക്സാമിനേഷന് 1 വേർഡ് ആൻസർ കൊടുക്കുന്ന മാതിരി ഉള്ള ആൻസറാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അനാദിത്വാത്, അനാദി ആയതുകൊണ്ട്, അവ്യയമായതുകൊണ്ട്, നിർഗുണമായതുകൊണ്ട്, പരമ പ്ലസ് ആത്മ, അതിർത്തിയില്ലാത്തത്രയും വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട്, ശരീരസ്ഥ, ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എങ്കിലും, ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നു എങ്കിലും, ശരീരസ്ഥ അപി എങ്കിലും, അപി ഹേ കൗന്ദേയ. അപ്പോഴാണ് അർജുനന് ബോധം വരുന്നത്. കൃഷ്ണൻ എന്നോടാ പറയുന്നതെന്ന്. ഹേ കൗന്ദേയ ന കരോതി ന ലിപ്യത്തെ. ആ ജീവാത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കോളേജിൽ 0 മാർക്ക് കിട്ടിയവന് PSCയിൽ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നില്ല. പോലീസിന്റെ നെഞ്ചത്തെ ചവിട്ടാൻ അവനെ പ്രേരിപ്പിക്കുന്നില്ല. ഇടിമുറിയില് എക്സർസൈസ് ചെയ്യിക്കുന്നില്ല. പ്രിൻസിപ്പാള് തന്നെ ചുമന്ന കൊടിയെടുത്ത് കൊണ്ടുപോയിട്ട് കൊടി ഫ്ലാഗ് പോസ്റ്റിൽ കുത്തുന്നില്ല. പ്രിൻസിപ്പാള് മുദ്രാവാക്യം വിളിക്കുന്നില്ല. ഒന്നുമില്ല. ആൻസർ പേപ്പർ അധ്യാപകർ എഴുതി കൊടുക്കുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. എന്താ അല്ലേ? അതിന് കാരണം എന്താ? എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്നു എങ്കിലും കൃഷ്ണൻ പറയുന്നു അതിന് കാരണം ആ കാര്യം തന്നെയാണ് കാരണം. അതാണ് വസ്തുത. അത് നമ്മൾ കണ്ടു പഠിക്കുന്നു, കണ്ടു പിടിക്കുന്നു. രണ്ടായാലും അർത്ഥം തെറ്റില്ല. അതാണ് മഹത്വമേറിയ ഭഗവത്ഗീത എന്ന് ഓരോ ദിവസവും ഓരോ വാക്കിലൂടെയും പോകുമ്പോഴത്തേക്കും നെഞ്ചു പിളർക്കുന്ന വിധത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ വരി പറഞ്ഞു പോകുമ്പോ എന്താ അതിന്റെ അർത്ഥമഹത്വ സന്ദേശങ്ങൾ? ശരീരസ്ഥഹാപി, അത് ശരീരത്തിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ, സ്തഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽക്കുന്നു, അഭി എങ്കിലും, ഹേ കൗന്ദേയ ഇതിനകത്ത് ഉണ്ടായിട്ട് പോലും, ഹേ കൗന്ദേയ കുന്തിപുത്ര ഒറ്റ പണിയും ചെയ്യുന്നില്ല. ന കരോതി ന ലിപ്യത, ഒന്നിലും ഇൻവോൾവ്ഡും ആവുന്നില്ല. എന്റെ സാറേ അതെങ്ങനെയാ ശരിയാവുക? അത് കൃഷ്ണൻ പറഞ്ഞത് ആണ്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവാണോ ഇതെല്ലാം ചെയ്യുന്നത്? നാക്ക്, ഹറി, വറി, കറി, അത് നാക്കാണ്. അല്ലാണ്ട് ആത്മാവിന് ഹറിയും ഇല്ല, ആത്മാവിന് വറിയും ഇല്ല, ആത്മാവിന് കറിയും ഇല്ല. 14 സെന്റിമീറ്റർ നീളമുള്ള ആ നാക്കാണ് ഇതിന്റെ പുറകിലെല്ലാം കിടന്ന് പ്രവർത്തിക്കുന്നത്. അല്ലേ? അവന്റെ നാക്ക് ശരിയല്ലെന്നല്ലേ അമ്മൂമ്മ പറയാ? അവനിലുള്ള ആത്മാവ് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവന്റെ മനസ്സേ വളരെ മോശമാണ്, വളരെ ശരിക്ക് ദുഷ്ട മനസ്സാണ് അവൻ. അല്ലാണ്ട് അവന്റെ ദുഷ്ട ആത്മാവാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ നാക്കെടുത്താൽ അവൻ അങ്ങനെ സംസാരിക്കുള്ളൂ. അത് അവന്റെ പ്രകൃതമാണ്. അല്ലേ? പ്രകൃതമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവനിലുള്ള ആത്മാവ് അങ്ങനെയാണെന്ന്? നമ്മൾ കറക്റ്റാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കിയിട്ടില്ല കേൾക്കുന്നവരും അനലൈസ് ചെയ്യുന്നവരെന്ന് മാത്രം. ഏതായാലും ധന്യമായ ഭഗവത്ഗീത വളരെ സന്തോഷത്തോടുകൂടി എടുക്കാൻ സാധിച്ചതില് പതിവ് പോലെ വിവരണാതീതമായ സംതൃപ്തിയുണ്ട്. എല്ലാവർക്കും ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റുക, സന്തോഷിക്കുക. മരണം വരെ കരഞ്ഞോണ്ടും കരയിപ്പിച്ചുകൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും വാശിയും പകയും വെച്ചോണ്ടും. എനിക്കിന്ന് എൻ്റെ മകൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഒരു വരി പറഞ്ഞു, എന്തിനാ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറയാൻ പോണത്, നമുക്ക് വേണ്ടതിൽ ധാരാളം ഉണ്ടല്ലോ എന്ന് എല്ലാവരും ചിന്തിച്ച പ്രശ്നം തീർന്നു. കേൾക്കാൻ ആളില്ലെങ്കിൽ പറയാൻ ആളുണ്ടാവില്ല എന്നും അവനിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു. നമ്മൾ ചോറ്റാനിക്കലൊക്കെ പോയി അല്ല ആസ്വദിച്ചു വന്നു.
ഇങ്ങനെ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. എൻ്റെ ഓട്ടോബയോഗ്രഫി ഞാൻ നിങ്ങളെ വിവരിക്കുകയല്ല. ധന്യമായിട്ട് ജീവിതം നമുക്ക് ഓരോ ഉത്സവമാക്കി മാറ്റാം. ഉയർച്ചയ്ക്ക് താഴ്ചയുണ്ട്, നോർത്ത് പോളിന് സൗത്ത് പോളുണ്ട്, പ്രകാശത്തിന് ഇരുട്ടുണ്ട്, ദുഃഖവും സുഖവും ശരിയും തെറ്റുകളും എല്ലാം കൂടി ചേർന്ന ജീവിതത്തെ ധന്യമാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രാർത്ഥനയോടുകൂടിയ പ്രണാമം. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃ പ്രാർത്ഥയാമി. പ്രണാമം, പ്രണാമം, പ്രണാമം. കൃഷ്ണ. വലിയ മാറ്റത്തിന് ഈ ചെറിയ അറിവുകൾ സാധിക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ 30ാമത്തെ ശ്ലോകം ഞാൻ ഒന്നുകൂടി പറയാം. 13ാം അധ്യായം 30ാമത്തെ ശ്ലോകം. പ്രകൃതി ഏവ. അർത്ഥം മനസ്സിലായല്ലോ?